ഹായ് ബിൻസി ആണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ്. നമ്മളൊരു 2 വീക്സ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കളേഴ്സിലാണ്, അതും നല്ലൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഹെക്കോബ പാറ്റേൺ ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ഫ്രോക്ക് മോഡലിൽ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ്. അതും ഫ്രീ സൈസ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഒരു ലാർജ് എക്സൽ ഡബിൾ എക്സലുകാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ സമയങ്ങളെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നേ തന്നെ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് കുർത്തി ഫ്രോക്ക് നൈറ്റീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള, ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഗ്രേപ്പ് വൈൻ കളറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഹെക്കോബ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഇതുപോലെ എലൈൻ പോലെ വന്നിട്ട് ഹെമേരിയയിലേക്ക് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് പോർഷനിൽ ഡോറീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഷേപ്പിന് നമുക്ക് ഇതിനെ ടൈ ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു ഷോർട്ട് സ്ലീവ് കൺസെപ്റ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. നല്ല ഒരു ചെങ്കല്ലിന്റെ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെങ്കല്ലിന്റെ തന്നെ ഭയങ്കര ഡാർക്ക് അല്ല എന്നാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. അതിൻ്റെ അകത്തും വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് ഇതുപോലെ ഒരു യൂനെക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലും ഇതുപോലെ തന്നെ ആ ഒരു ഹെക്കോബ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഹെമേരയിലേക്ക് ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട്. വിതൗട്ട് ലൈനിങ്ങിലാണ്, സിമ്പിൾ ആണ്. നല്ല ഭംഗിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാം കേട്ടോ. സൈഡ് പോർഷനിൽ ഡോറീസ് വന്നിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള ഒരു സ്ലീവ് ആണ്. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 ഇഞ്ച് ആണ് കേട്ടോ ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380 കേട്ടോ. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ നിങ്ങളൊരു 3 പീസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ ചെയ്തു തരുന്നത് കേട്ടോ. ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ. ഒരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, ക്ലോസപ്പ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ പിക്സ് സെൻഡ് ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ. ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. റേറ്റ് വന്നിരിക്കുന്നത് 380 ആണ് കേട്ടോ. ഇതിന്റെ തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു റാണി പിങ്ക് ആണ്. എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റാണി പിങ്ക് കളറാണ്. ഈ കളേഴ്സ് ചിലപ്പോൾ റാണി പിങ്ക് ഒക്കെ ചിലപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. എന്നാലും നേരെ കാണുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കളറിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതിന്റെ തന്നെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. നമുക്ക് ഹോം വെയർ ആയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. ബ്ലൂവിന്റെ അകത്ത് ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ, ഹെക്കോബ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ടാട്ടോ വരുന്നത്. ഇതുപോലെ വരും. ഡോറീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അടുത്തത് വരുമ്പോഴത്തേക്കും അടുത്ത് വരുമ്പോൾ അതിന്റെ പ്രിന്റിലെ ഡിഫറൻസ് ഉണ്ട്. പാറ്റേൺ സെയിം തന്നെയാണ്. ഇതിന്റെ പ്രിന്റിലെ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ഗ്രീനിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഗ്രീനിന്റെ അകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ലൈൻ പാറ്റേൺ പോലത്തെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. മെറ്റീരിയൽ വരുമ്പോൾ കോട്ടൺ തന്നെയാണ് കേട്ടോ. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനക്ക് തന്നെയാണ്. ആ ഒരു ഹെക്കോബ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. സൈഡ് പോർഷനിൽ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെമേരയിലേക്ക് വരുമ്പോൾ ഗ്യാദേഴ്സ് ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇത് ഫ്രോക്ക് നൈറ്റീസ് ആണ്. സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഈ പ്രിന്റിന് മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു 46 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. അപ്പൊ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 380 തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വരുമ്പോഴത്തേക്കും എല്ലാത്തിനും ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സലുകാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. മീഡിയംകാർക്കും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഓൾട്ടർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ, നമ്മുടെ ചാണകപ്പച്ച എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മെഹന്തി ഗ്രീനിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ എന്നൊക്കെ പറയാം കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഇതെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സിൽ തന്നെയാണ് കേട്ടോ. വെയർ ചെയ്ത് വരുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്.
മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അടുത്തത് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്കും ഒരു ഒണിയൻ പിങ്കിന്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സൈലന്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലത്തെ കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ബ്രൈറ്റ് ആയിട്ട് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ബ്രൈറ്റ് കളേഴ്സും സെലക്ട് ചെയ്യാവുന്ന കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെക്കോബ പാച്ച് തന്നെയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ്. നമ്മുടെ പീറ്റർ പ്ലാൻ കോളറിന്റെ ഒക്കെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇന്ത്യൻ സെയിം തന്നെയാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഡോറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ്. അടുത്തത് വരുമ്പോൾ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും കളറല്ല പ്രിന്റിലെ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പ്രിന്റ് വരുമ്പോൾ ഒരു ലൈൻ പാറ്റേൺ, അതിൻ്റെ അകത്ത് സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ കൂടിയാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. കുറച്ചൊരു സ്ലിമ്മി ഫീലിംഗ് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. കാരണം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ലിമ്മി ഫീലിംഗ് കിട്ടും. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാം കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്ക് തന്നെയാണ്. ഈ ഒരു പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രിന്റിലും കളറിലും മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കുർത്തീസ് ആണ്. ഫ്രോക്ക് നൈറ്റീസ് ആണ്. ഇതുപോലെയാണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. റേറ്റ് വന്നിരിക്കുന്നത് 380 ആണ്. 380 ആണ്. ഇതിന്റെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു പീച്ച് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ള പീച്ച് കളറിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. സൈലന്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബാക്ക് സൈഡിലും ഇങ്ങനെ വരും. എല്ലാ കളേഴ്സും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ള രീതിയിലാണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഹോം വെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ. നല്ല ഭംഗിയുമാണ്, നല്ല കംഫർട്ടബിളും ആണ് ഇങ്ങനത്തെ നൈറ്റീസ്. ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. സൈസ് വരുമ്പോഴത്തേക്കും ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുമ്പോൾ നമ്മൾ ഇത്രയും നേരം കാണിച്ച പ്രിന്റിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ഇതിന്റെ പ്രിന്റ് വരുമ്പോഴത്തേക്കും ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒണിയൻ ഷെയ്ഡിന്റെ അകത്ത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ. ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിൽ മാത്രമാണ് കേട്ടോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണേ. എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ്. ഡിഫറെന്റ് ആയിട്ട് വരുന്ന കളേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. സ്ലീവ് ആണെങ്കിലും ആ ഒരു ഇലാസ്റ്റിക് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ എലാസ്റ്റിക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒറ്റ സ്റ്റിച്ചിൽ നിർത്തിയേക്കണെയാണ്. ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോർമലായിട്ട് ചേർത്ത് അടിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോം വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ 3/4 സ്ലീവ് ഒക്കെ കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ സ്ലീവ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കംഫർട്ടബിൾ ആണ്. അപ്പൊ അതെ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡും സെയിം തന്നെ. ഇതിന്റെ എല്ലാത്തിന്റെയും ലെങ്ത് വരുന്നത് ഒരു 46 ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇങ്ങനെ വരും. അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന കളറാണ് നേവി ബ്ലൂ എന്ന് പറയുന്നത്. ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ എല്ലാം സൈസ് വന്നിരിക്കുന്നത്. ഫ്രീ സൈസ് ആണ്. നിങ്ങൾക്ക് മീഡിയം കാർ എടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ലാർജ് എക്സൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്, ഞാൻ നോർമലി ലാർജ് സൈസ് ആണ് വെയർ ചെയ്യുന്നത്. അപ്പോൾ ലാർജ് ഇട്ടാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മാത്രം മതി. എല്ലാ സൈസുകാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റേറ്റ് വന്നിരിക്കുന്നത് 380 ആണ്. ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കുർത്തീസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ഥലം കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.